നമസ്കാരം. ശബരിമലയിലെ അയ്യപ്പ സേവാ സംഗമത്തിന് പിന്നിൽ ദൈവവിധിയോ? കേരളം നേരിടുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും പരിഹാരമായാണ് അയ്യപ്പ സേവാ സംഗമം നടത്തുന്നതെന്ന വാർത്ത ആർക്കെങ്കിലും കൊണ്ടോ? ഈ വാർത്തയിലെ വസ്തുതകൾ കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് ഇടുക്കിയിലെ മങ്ങാട്ടുകവലയിൽ വാഹനമിടിച്ച് മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയെ വകവരുത്താൻ ഡിവൈഎഫ്ഐ ഗുണ്ടകളെത്തിയത്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതിന്റെ പ്രതിവിധി ചാർട്ടടക്കം എക്സ്ക്ലൂസീവ് വീഡിയോയിലൂടെ മറുനാടൻ പുറത്തുവിട്ടിരുന്നു. ജ്യോതിഷികൾ നൽകിയ കുറിപ്പായിരുന്നു ഇത്. പാവപരിഹാര ക്രമമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പലതും. ക്ലിഫ് ഹൗസിലെ ഗോശാല അടക്കം ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും ഈ പാപപരിഹാര ഫലമാണെന്നാണ് വിലയിരുത്തൽ. ഇതെല്ലാം മറുനാടൻ വാർത്തയോടെ ചർച്ചയായി. ഇതിൽ ചിലർ പ്രകോപിതരായി. സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ചിലർ മറുനാടനെ ആക്രമിക്കാൻ മൗന അനുവാദം കൊടുത്തു. അങ്ങനെ ആ ദൗത്യം കൊട്ടേഷൻ സംഘം ചെയ്യാനെത്തി. പക്ഷേ അപ്പോഴും ഷാജൻ സ്കറിയെ വകവരുത്താൻ അവർക്കായില്ല. അയ്യപ്പ ധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ഷാജൻ സ്കറിയുടെ കാറ് മറിച്ചിടാനുള്ള കരുത്ത് ആ കൊട്ടേഷൻ സംഘത്തിന് ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ജ്യോതിഷ ചാർത്ത് പുറത്തു വന്നത് പലർക്കും ഞെട്ടലായിരുന്നു. ശബരിമല ക്ഷേത്രധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിന്റെ ശാപഫലം ശക്തമായിരിക്കുന്നു. ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്കും കാരണമാകുന്നു. ശനി, കേതു, ഗുരു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ്. മരണം, അപമാനം, സ്ഥാനഭ്രംശം, ബന്ധനം, ശാരീരിക പീഡകൾ, പുത്രദുഃഖം, പുത്രവിരഹം, ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു. പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുൻജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിപ്പിച്ചിരിക്കുന്നുവെന്നാണ് പരിഹാര നിർദ്ദേശത്തിലെ ആദ്യ വിശദീകരണം. ദോഷപരിഹാരത്തിന് ഗോസേവയും പറയുന്നു. വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കണമെന്നും സ്വാമി ശരണം അയ്യപ്പ എന്ന മന്ത്രം 1008 തവണ ജപിക്കണമെന്നും പറയുന്നു. ദേവിയുടെ പാദം മുറുക്കി പിടിച്ച് ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കണമെന്നും പറയുന്നു. ഇതിന്റെ ഭാഗമാണ് ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ചതെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു. ചാർത്തിലെ അടുത്ത ഭാഗം നടപ്പാക്കാനാണ് ആഗോള അയ്യപ്പ സംഘം എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്ന ചാർത്താണ് പുറത്തു വന്നത്. ഇതിലെ വസ്തുതകൾ കേരളം ഏറെ പ്രാധാന്യത്തോടെ ചർച്ചയാക്കി. ശബരിമലയിലെ കാർഡ് വിതരണവും കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം കൊള്ളേണ്ടവർക്ക് കൊണ്ടു. NSS പോലും വിഷയത്തിൽ പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് സർക്കാരിന് പ്രഖ്യാപിച്ചത്. ഇത്തരം വാർത്തകൾ പൊതുസമൂഹത്തിലേക്ക് എത്തിയത് മറുനാടന്റെ ഭയരഹിത മാധ്യമ പ്രവർത്തനമായിരുന്നു. മറുനാടൻ മലയാളി എഡിറ്ററെ അറസ്റ്റ് ചെയ്യാനുള്ള ഗൂഢാലോചന കഥകളെല്ലാം PV അൻവറിലൂടെ പിന്നീട് പുറത്തു വന്നിരുന്നു. ഇതിന് സമാനമായി മങ്ങാട്ടുകവലയിലെ ആക്രമണ ഗൂഢാലോചനയും പുറത്തു വന്നു. ശബരിമല വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെടുത്തത് മറുനാടൻ മാത്രമായിരുന്നു. പിന്നീട് എല്ലാവരും ആ വഴിക്ക് വന്നു. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തരുടെ പൊന്നോമനയാകാൻ ചിലർ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് ചാർത്ത് പുറത്തുവിട്ടത്. ഇതോടെ അധികാരത്തിൽ തുടരാനുള്ള മോഹത്തിന്റെ പുറത്തുള്ള പരിഹാരക്രിയയാണെന്നും വ്യക്തമായി. ഇതൊന്നും ഒരിക്കലും ചർച്ചയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത് പലർക്കും കൊണ്ടു. അതിന്റെ പ്രതികരണമാണ് മങ്ങാട്ട് പറമ്പിലേതെന്നും സൂചനയുണ്ട്. നേരത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബിന്ദു അമണി പ്രതികരിച്ചിരുന്നു. അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ലക്ഷ്യം മറ്റൊന്നാണെന്നും ബിന്ദു അമണി പറഞ്ഞു. സർക്കാർ ശബരിമലയിൽ കയറിയ സ്ത്രീകളെ ചേർത്ത് നിർത്തിയില്ലെന്നും അവർ പറഞ്ഞു. എന്റെ കേസുകളിൽ തെളിവ് നശിപ്പിച്ചു. തെളിവടങ്ങിയ CD കോടതിയിൽ എത്തിച്ചത് ഒടിഞ്ഞ നിലയിലാണ്. സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായി. ഞാൻ അപേക്ഷിച്ചതിനാൽ 2024 ദാക്ഷായണി വേലായുധൻ അവാർഡ് നൽകേണ്ടെന്ന് തീരുമാനിക്കായിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകിയില്ലെന്നും ബിന്ദു അമണി പ്രതികരിച്ചു. എന്നാൽ സ്ത്രീയെ ശബരിമലയിൽ എത്തിച്ചതിന് പരിഹാരമാണ് ആ അയ്യപ്പ സംഗമം എന്ന സൂചനകളാണ് ചാർത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദു അമണിയെ അങ്ങോട്ട് കൊണ്ടുപോകില്ലെന്നാണ് സൂചന. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ച് ബിന്ദു സർക്കാരിന് കത്തയച്ചിരുന്നു. എന്നാൽ കത്ത് അവഗണിച്ചെന്നാണ് ബിന്ദു പറയുന്നത്. ആഗോള അയ്യപ്പ ഭക്തരെ ഒരുമിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാരിന്റെ വാദം. സംഗമത്തിൽ എത്തുന്നവർക്ക് ദർശന സൗകര്യമൊരുക്കും. സംഗമത്തിൽ 3000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് വിവരം. അതും ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന്. മഹാപാപ പരിഹാരം എന്ന തരത്തിൽ രണ്ടാം ദോഷപരിഹാരമായി ഇത് മാറും. ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങളൊന്നായി ഭജനം ചെയ്യുക. ആഗോള സഹഭജനം എന്നാണ് ഇതിനെ ജ്യോതിഷ ചാർത്തിൽ പറയുന്നത്. ഇതിന്റെ മറ്റൊരു പതിപ്പാണ് ആഗോള അയ്യപ്പ സംഗമം. ഇതായിരുന്നു ഇന്ന് മറുനാടൻ പുറത്തുവിട്ട പ്രധാന വാർത്തയുടെ രത്ന ചുരുക്കം.